ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീനയെ തകർത്ത് സ്പെയിൻ. തനിനിറം സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ വിജയിയെ തിരഞ്ഞെടുത്തു. പാലക്കാട് വടക്കഞ്ചേരിയിൽ CNG ഗ്യാസ് ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് അപകടം. 9 പേർക്ക് പരിക്കേറ്റു. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. തൃശൂർ വടക്കാഞ്ചേരിയിൽ താർ ജീപ്പ് നിയന്ത്രണം വിട്ടു. വൈദ്യുതി തൂണുകളിൽ ഇടിച്ചുകയറി. വീട്ടുമതിലും തകർത്തു. വാർത്തകൾ വിശദമായി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രതിക്ക് 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രതിക്ക് 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്കാണ് നൽകേണ്ടത്. പ്രതിക്ക് തുക നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പിഴയടയ്ക്കാത്ത പക്ഷം 3 വർഷം അധിക തടവും അനുഭവിക്കണം. കോടതി വിധി കേൾക്കുമ്പോഴും ചെന്താമരയ്ക്ക് ഭാവവ്യത്യാസമുണ്ടായിരുന്നില്ല. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നിരീക്ഷിച്ച കോടതി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നൽകുന്നതിൽ നിയമതടസ്സമില്ലെന്നും വ്യക്തമാക്കി. അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെയും സംഘത്തെയും കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. വധശിക്ഷ ഹൈക്കോടതിയുടെ സ്ഥിരീകരണത്തിന് വിധേയമായിരിക്കും. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലയും കോടതിയിലെത്തി. കേസ് അന്വേഷിച്ച DYSP N മുരളീധരനും കോടതിയിൽ സന്നിഹിതനായിരുന്നു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന ഡോക്ടറുടെ റിപ്പോർട്ടും പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. മാനസാന്തരപ്പെടാനുള്ള സാധ്യതയും സമൂഹത്തിനുണ്ടാകുന്ന ഭീഷണിയും വിലയിരുത്തിയാണ് ശിക്ഷ നിർണയിച്ചതെന്ന് കോടതി വ്യക്തമാക്കി. കൊലപാതകത്തെ പ്രതി തുടർച്ചയായി ന്യായീകരിച്ചുവെന്നും കുറ്റകൃത്യത്തിന് ശേഷം വിഷം കഴിച്ചെന്ന വാദം തെളിയിക്കാനായില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മാനസിക പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ വിഷം സൂക്ഷിച്ചിരുന്നുവെന്ന പ്രതിഭാഗത്തിന്റെ വാദവും അംഗീകരിച്ചില്ല. BNS വകുപ്പ് 103, 126 എന്നിവ പ്രകാരമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസായതിനാൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യവും കോടതി തള്ളി. 2025 ജനുവരി 27-ന് പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കൃത്യം 1.5 വർഷത്തിന് ശേഷമാണ് കേസിൽ അന്തിമവിധി വന്നത്. വിധി പ്രഖ്യാപനത്തിന് മുമ്പും ചെന്താമര കോടതിയിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു. വേണ്ടിവന്നാൽ മറ്റുള്ളവരെയും കൊല്ലും, ഞാൻ ഗാന്ധിജിയല്ല, തൂക്കിക്കൊന്നോളൂ തുടങ്ങിയ പരാമർശങ്ങളാണ് പ്രതി കോടതിയിൽ നടത്തിയത്. തനിക്ക് മാനസിക പ്രശ്നമില്ലെന്ന കോടതി പരാമർശത്തോടും പ്രതി പ്രതികരിച്ചു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ചെന്താമര പ്രതിയായിരുന്നു. ആ കേസിൽ കോടതി ഇയാളെ കുറ്റക്കാരനായി കണ്ടെത്തി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഭാര്യയും മക്കളും തന്നെ ഉപേക്ഷിക്കാൻ കാരണം അയൽവാസികളാണെന്ന വൈരാഗ്യത്തിലാണ് പിന്നീട് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് തനിനിറം സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ വിജയിയെ തിരഞ്ഞെടുത്തു. ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് തനിനിറം സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ വിജയിയെ തിരഞ്ഞെടുത്തു. കൃത്യമായി പ്രവചനം നടത്തിയ പൂങ്കുന്നം സ്വദേശി പ്രസാദിന് സൂര്യഭാരതി ഗ്രൂപ്പ് കോർപ്പറേറ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ തനിനിറം സീനിയർ കറസ്പോണ്ടന്റ് രാജൻ എലവത്തൂർ സൂര്യഭാരതി ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ സംരംഭക ബ്രാൻഡായ ഹാപ്പി ദിൻ പ്രൊഡക്ട്സ് സമ്മാനമായി നൽകി. അർജന്റീന സ്പെയിൻ ഫൈനലിന് മുന്നോടിയായി തനിനിറം ന്യൂസിന്റെ വെബ്സൈറ്റിലൂടെ ആരാധകർക്ക് ഫലപ്രവചനം രേഖപ്പെടുത്താൻ അവസരം നൽകിയിരുന്നു. നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൃത്യമായ പ്രവചനം നടത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് പ്രസാദിനെ വിജയിയായി തിരഞ്ഞെടുത്തത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ CNG ഗ്യാസ് ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് അപകടം. 9 പേർക്ക് പരിക്കേറ്റു. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപമാണ് അപകടം സംഭവിച്ചത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ CNG ഗ്യാസ് ലോറിയും ബസ്സും കൂട്ടിയിടിച്ച അപകടം 9 പേർക്ക് പരിക്കേറ്റു. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപമാണ് അപകടം സംഭവിച്ചത്. ബസ് ഡ്രൈവർ അഭിഷേക്, സഹായി നഞ്ചട്ടസ്വാമി, 7 യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ ബസ് ഡ്രൈവർക്കും സഹായിക്കും ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് അപകടം നടന്നത്. വാഹനങ്ങൾ ഓടാനായി ഉപയോഗിക്കുന്ന ഇന്ധനം നിറച്ച 40ഓളം സിലിണ്ടറുകളാണ് ലോറിയിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ CNG വാതകം ഉഗ്രശബ്ദത്തോടെ പുറത്തേക്ക് തള്ളി. ഇത് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരെ പരിഭ്രാന്തിയിലാക്കി. വാതകം പുറത്തേക്ക് വന്ന സമയത്താണ് ഡ്രൈവർക്കും സഹായിക്കും പൊള്ളലേറ്റത്. 50% പൊള്ളലേറ്റ ഇവരുടെ നില ഗുരുതരമാണ്. മറ്റ് 7 പേരുടെ പരിക്കുകൾ ഗുരുതരമല്ല. സ്ഥലത്തെത്തിയ വടക്കഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഗ്യാസ് നിർവീര്യമാക്കി. പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ കണ്ണികളായി. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ താർ ജീപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റുകളും വീട്ടുമതിലും ഇടിച്ചു തകർത്തു.
തൃശൂർ വടക്കാഞ്ചേരിയിൽ താർ ജീപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റുകളും വീട്ടുമതിലും ഇടിച്ചു തകർത്തു. കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. റോഡരികിലുണ്ടായിരുന്ന 2 വൈദ്യുത പോസ്റ്റുകൾ തകർത്ത ശേഷമാണ് ജീപ്പ് മതിലിലേക്ക് ഇടിച്ചു കയറിയത്. ജീപ്പിലുണ്ടായിരുന്ന യാത്രികർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഏറെ നേരം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃശ്ശിവപേരൂർ ഗണേശോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 13 മുതൽ 15 വരെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിലാണ് വിപുലമായ ആഘോഷ പരിപാടികൾ. തൃശ്ശിവപേരൂർ ഗണേശോത്സവ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഗണേശോത്സവ ആഘോഷങ്ങളുടെ നടത്തിപ്പിനായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുത്തേഴത്ത് രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ഹരികുമാർ പേരൂർക്കട, നടിയും അധ്യാപികയുമായ കൃപ, നടൻ ലിഷോയ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിവിധ ഭക്തി, കലാ, സാംസ്കാരികവുമായ പരിപാടികളും സമാപനമായി നിമഞ്ജന ഘോഷയാത്രയും നടക്കും. സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ, സ്വാഗത സംഘം ചെയർമാനും മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, MS ഭുവനചന്ദ്രൻ, അഡ്വക്കേറ്റ് ഹരികുമാർ പേരൂർക്കട, ഡോക്ടർ പുരുഷോത്ത് രാമചന്ദ്രൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളുമാണ്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, കോർപ്പറേഷൻ കൗൺസിലർമാരായ P സുകുമാരൻ, അഡ്വക്കേറ്റ് രേഷ്മേനോൻ, അഭിനേതാക്കളായ ദേവൻ, ലിഷോയ്, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി മനോജ്, ഒക്കൽ ഗണേശോത്സവം ചെയർമാൻ ബൈജു കാലടി, രാമായണ ഫെസ്റ്റ് ജനറൽ കൺവീനർ TC സേതു മാധവൻ, ഗജ നാച്ചുറൽ പാർക്ക് ഡയറക്ടർ P ശശികുമാർ എന്നിവർ രക്ഷാധികാരികളും K കേശവദാസ് ജനറൽ കൺവീനറുമായുള്ളതാണ് സ്വാഗത സംഘം. ഭക്തിയുടെയും ആഘോഷത്തിന്റെയും സംഗമമായി ഗണേശോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിപുലമായ പരിപാടികളാണ് ഇത്തവണ ഒരുക്കുന്നത് എന്നും സംഘാടകർ അറിയിച്ചു. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന സീതാറാം മിൽ ദേശം പുലിക്കളി സംഘാടന സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS നിർവഹിച്ചു. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന സീതാറാം മിൽദേശം പുലിക്കളി സംഘാടക സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS നിർവഹിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് K മുരളി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോർപ്പറേഷൻ കൗൺസിലർ അഞ്ജലി രാഗേഷ് ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. സമിതി രക്ഷാധികാരി മുൻ MLA MK കണ്ണൻ, സെക്രട്ടറി K കേശവദാസ്, ജനറൽ കൺവീനർ AK സുരേഷ്, കോർഡിനേറ്റർ ബാലസുബ്രഹ്മണ്യൻ, ട്രഷറർ അഭിലാഷ്, പ്രമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ലോകകപ്പ് ഫൈനൽ മത്സരത്തിന്റെ ബിഗ് സ്ക്രീൻ പ്രദർശനം ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഫുട്ബോൾ ലോകം ഇന്ന് വിങ്ങുകയാണ്. കാലം കാത്തുവെച്ച വിധിക്ക് മുന്നിൽ നെടുവീർപ്പുകളോടെ വിതുമ്പുകയാണ് കോടിക്കണക്കിന് ആരാധകർ. കാണാം വിശേഷങ്ങളുമായി തൈനിറം ന്യൂസ് ഗോൾഡ് ഗാർഡൻ. ഫുട്ബോൾ ലോകം ഇന്ന് വിങ്ങുകയാണ്. കാലം കാത്തുവെച്ച വിധിക്ക് മുന്നിൽ നെടുവീർപ്പുകളോടെ വിതുമ്പുകയാണ് കോടിക്കണക്കിന് ആരാധകർ. 2026 വടക്കേ അമേരിക്കൻ പുൽമൈതാനിയിൽ ഒരു കനകകിരീടം കൂടി ഉയർത്താൻ ആ കൈകൾക്ക് കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ താൻ പന്തിൽ തീർത്ത മാന്ത്രികത കൊണ്ട് ലോകം കീഴടക്കിയ ആ രാജാവ് ഇതാ രാജകീയമായി തന്നെ പടിയിറങ്ങുകയാണ്. ലയണൽ ആന്ദ്രേസ് മെസ്സി, നിങ്ങൾ തന്നെയാണ് കാൽപന്തിന്റെ എക്കാലത്തെയും വലിയ രാജാവ്. നോക്കൂ, തൊഴിലെറ്റിയ രാജ്യത്തിന്റെ ഭാരവും പേറി 39-ാം വയസ്സിലും അവൻ ആടിയത് എന്തൊരു താണ്ഡവമായിരുന്നു. ഈ ലോകകപ്പിൽ മാത്രം 8 ഗോളുകൾ, 4 മനോഹരമായ അസിസ്റ്റുകൾ. ടീമിന്റെ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങളിലെല്ലാം ആ 10-ാം നമ്പർ ജേഴ്സിക്കാരൻ കാണിച്ച പ്രകടനം മനുഷ്യസാധ്യമായതിനും അപ്പുറമായിരുന്നു. 8 കൂറ്റൻ അവസരങ്ങളാണ് തന്റെ സഹതാരങ്ങൾക്കായി ഈ ലോകകപ്പിൽ മാത്രം മെസ്സി തുറന്നു നൽകിയത്. തോൽക്കാൻ മനസ്സില്ലാത്ത ആ വീര്യം അർജന്റീനയെ വീണ്ടും ഒരു ഫൈനലിൽ എത്തിക്കുക തന്നെ ചെയ്തു. ലോകകപ്പിന്റെ ചരിത്രത്താളുകളിൽ ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസെ കെട്ടിപ്പടുത്ത 16 ഗോളുകളുടെ ആ വൻമതിലും തകർത്ത 21 ഗോളുകളിലേക്ക് അവൻ പറന്നുയർന്നു. ഒടുവിൽ ലൂസേഴ്സ് ഫൈനലിൽ എംബാപ്പെ അത് മറികടന്നുവെങ്കിലും മെസ്സി തീർത്ത ആ മാജിക് എന്നും ചരിത്രത്തിന്റെ നെറുകയിലുണ്ടാകും. പക്ഷേ ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസിന്റെ ആ ഒരൊറ്റ ഗോൾ സ്പെയിനിന് 2ാം ലോക കിരീടം നൽകിയപ്പോൾ വിധിയുടെ ആ കറുത്ത നിഴൽ അർജന്റീനയ്ക്ക് മേൽ വീഴുകയായിരുന്നു. ആ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അവനൊരു വടവൃക്ഷം പോലെ തലയുയർത്തി നിന്നു. ഒരു ട്രോഫിയുടെ തിളക്കത്തിനും അളക്കാൻ കഴിയാത്തത്ര വലിപ്പമുണ്ട ലയണൽ മെസ്സി എന്ന പേരിന്.
അവൻ നമുക്ക് തന്ന ആനന്ദത്തിന്, അവൻ നമ്മെ കരയിപ്പിച്ച വികാരങ്ങൾക്ക്, ഈ ലോകകപ്പ് വേദികളിൽ അവൻ ഒഴുക്കിയ ചോരയ്ക്കും കണ്ണീരിനും പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരു ട്രോഫിയുമില്ല. ഫുട്ബോളുള്ള കാലത്തോളം, പച്ചപ്പുൽ മൈതാനത്ത് പന്തുരുളുന്ന കാലത്തോളം ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പോരാളിയായി നിന്റെ പേരുണ്ടാകും. നന്ദി മിശിഹ, ഞങ്ങളുടെ തലമുറയെ ഫുട്ബോൾ എന്ന വികാരത്തെ പ്രണയിക്കാൻ പഠിപ്പിച്ചതിന് നന്ദി. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.